കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ കൂടി വരികയാണ്. സ്വർണ്ണക്കൊള്ളയും പോറ്റിപ്പാട്ടുമായി പ്രതിപക്ഷവും നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഭരണപക്ഷവും കളം നിറഞ്ഞു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ ചൂട് കൂടും. പ്രതിച്ഛായയാകും എങ്ങും സംസാര വിഷയം. അപ്പോഴതാ മറ്റൊരു പ്രതിച്ഛായ വരുന്നു. പി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ നായകൻ നിവിൻ പോളി. സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ എല്ലാവർക്കും ഒരേ സംശയം, ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഡയലോഗ് എവിടെയോ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വാർത്താ ചാനലുകളിൽ നമ്മൾ കണ്ട ചില രാഷ്ട്രീയ സംഭവങ്ങളും നേതാക്കളുടെ മാസ് ഡയലോഗുകളും തന്നെയാണ് ഈ ട്രെയിലറിന്റെ ഹൈലൈറ്റ്. അതും പഴയ ഉമ്മൻചാണ്ടി സർക്കാർ കാലത്തേക്ക് ഒരു യൂട്ടേൺ. സോളാർ അഴിമതിയും സെക്രട്ടേറിയറ്റ് വളയിലും കണ്ട ഭരണകാലം. അത് തന്നെ എന്ന് സൂചിപ്പിക്കുന്ന അനവധി ഇൻഡിക്കേറ്റേഴ്സ് ട്രെയിലറിൽ കാണാം. ഉദാഹരണത്തിന് 2 സീറ്റിന്റെ ബലത്തിൽ ഭരിക്കുന്ന സർക്കാർ എന്ന സായ്കുമാർ കഥാപാത്രത്തിന്റെ പ്രസക്തി. 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നെഗളിപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിലാണ് UDF ജയിച്ചു കയറിയത്. 72 സീറ്റ് UDF നേടിയപ്പോൾ 68 സീറ്റുമായി LDF തൊട്ടു പിറകിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയ ഈ സർക്കാർ ഏറ്റവും അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയാണ്. ട്രെയിലറിലെ ഒരു ഫ്രെയിം അത് തന്നെയാണ്. ഇനി UDF സർക്കാരിന്റെ മന്ത്രിസഭയിലേക്ക് പോകാം. രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം നൽകണമെന്ന സുകുമാരൻ നായരുടെ പ്രസ്താവന ആരും മറക്കാനിടയില്ല. ഒരു സമുദായത്തിന്റെ ആളായി ചിത്രീകരിച്ചതിലുള്ള ചെന്നിത്തലയുടെ പ്രതിഷേധം. മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ജാതിമത സമവാക്യങ്ങൾ പാലിക്കണമെന്ന സംഭാഷണം ഈ സംഭവം ഉറപ്പിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഇനി സിനിമയിലെ പ്രതിപക്ഷത്തേക്ക് വരാം. സായ്കുമാർ കഥാപാത്രം പ്രതിനിധീകരിക്കുന്നത് ഇടതുപക്ഷത്തെ തന്നെയെന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും പാർന്ന ചെങ്കൊടികളിൽ നിന്ന് വ്യക്തം. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന ഡയലോഗ് അതിന് അടിവരയിടുന്നു. ഇത് മലയാളിക്ക് പരിചിതമായ ഒരു പഴഞ്ചൊല്ലാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ ഓഫീസിന് നേരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പഴയ ചൊല്ല് മലയാളികളെ ഓർമ്മിപ്പിച്ചിരുന്നു. ഒരു വേവലാതിയുമില്ല, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടു. മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടു. ഇപ്പോഴിതാ പ്രതിച്ഛായയിലെ സഖാവും അത് തന്നെ പറയുന്നു. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. ഇനി 164 കൊടുക്കണമെന്ന് ആനഗസ്റ്റിൻ കഥാപാത്രം പറയുമ്പോഴോ അത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സരിത എസ് നായരുടെയും സ്വപ്ന സുരേഷിന്റെയും രഹസ്യ മൊഴികളിലേക്കുള്ള ചൂണ്ടുപലകയാകും. നിവിൻ പോളിയിലേക്ക് വന്നാൽ നടന്റെ കഥാപാത്രം മുഖ്യമന്ത്രി വേഷത്തിലെത്തുന്ന ബാലചന്ദ്ര മേനോന്റെ മകനെന്ന് വ്യക്തം. പതിവ് നടപടിക്രമപ്രകാരം രാഷ്ട്രീയത്തിലേക്ക് അവിചാരിതമായിട്ടായിരിക്കണം അയാളുടെ എൻട്രി. വലതു മുഖ്യന്റെ മകനായി എത്തുന്ന ഇയാൾ വലതിലെ ഇടതാകുന്നതാകാം കഥ. അങ്ങനെ അവകാശപ്പെടുന്നവരെയും ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഹരിത MLA ഓർമ്മയില്ലേ? അതല്ലെങ്കിൽ ഇന്ദുചൂടൻ സ്റ്റൈലിൽ അച്ഛന്റെ സൽപ്പേര് തിരിച്ചെടുക്കാൻ മുണ്ടും മടക്കി കുത്തിയുള്ള ഇറക്കമാകണം അത്. പ്രതിച്ഛായ എന്ന ടൈറ്റിലും ഈ ട്രെയിലറിലും രാഷ്ട്രീയക്കാരുടെ ഇമേജ് ബിൽഡ് ചെയ്യുന്ന കനകുലു മോഡൽ PR സ്റ്റണ്ടിന്റെ സമകാലീന രാഷ്ട്രീയത്തിലെ സ്വാധീനവും ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഉണ്ണികൃഷ്ണന്റെ പ്രതിച്ഛായയുമായുള്ള ഈ വരവ് ആർക്കെങ്കിലും പ്രതിയുടെ ഛായ കൊടുക്കാനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിച്ഛായ പുനഃസൃഷ്ടിക്കാനാണോ? അപനിർമ്മാണത്തിന് സിനിമയിൽ അനന്തമായ സാധ്യതയാണല്ലോ.